നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുദിന വചനം, ബി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായിരിക്കുക. സങ്കീർത്തനങ്ങൾ 12-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന് വേണ്ടത് പ്രശസ്തരയല്ല, വിശ്വസ്തരെയാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തർ വളരെ കുറവാണ്. എല്ലാവരും പ്രശസ്തരാകാനും പ്രശസ്തി നേടാനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ. സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ഒരു ഉൾ നൊമ്പരമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. വിശ്വസ്തന്മാർ ഇല്ലാതെയാവുകയും ചുറ്റുമുള്ളവർ ആത്മീകമായും ധാർമ്മികമായും അധപ്പതനത്തിൽ ആയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ദാവീദിന്റെ ഉള്ളം കലങ്ങി രക്ഷയ്ക്കായി കർത്താവിൻ്റെ ചാരെ അണഞ്ഞ് പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് നാം കേട്ടത്. ഇന്നത്തെ സമകാലിക സമൂഹത്തിൻ്റെ നിലവാരം നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇത്തരം ഒരു വികാരമാണ് നമുക്കും ഉണ്ടാകുക. കാരണം ദൈവഭക്തിയുള്ളവരും വിശ്വസ്തരും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അവർ ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കുന്നു. സദൃശവാക്യം 20:6 ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ
വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? സ്തോത്രം. എന്തെങ്കിലും ഒരു പ്രത്യേക സ്കാനിങ് മെഷീൻ വെച്ച് നമുക്ക് മനുഷ്യനെ അളന്നു നോക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ ശാരീരിക രോഗത്തെ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഈ ആത്മീയ രോഗം അതിൻ്റെ കർത്താവിന് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിലും ദൂരത്തു നിന്നേ നമ്മളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെയാണ് പലപ്പോഴും മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് വിശ്വസ്തത? കഷ്ടനഷ്ടങ്ങൾ നോക്കാതെയും മാനാഭിമാനങ്ങൾ പരിഗണിക്കാതെയും ഏൽപ്പിക്കപ്പെട്ടതും ഏറ്റെടുക്കുന്നതും പൂർത്തീകരിക്കുന്നതാണ് വിശ്വസ്തത. യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവം തൻ്റെ വചനത്തിൽ വിശ്വസ്തനാണ്. സകല മനുഷ്യരും അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്, പ്രശസ്തന്മാരെ അല്ല. യിരെമ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം നാം ഇങ്ങനെയാ വായിക്കുന്നത്: കർത്താവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? സ്തോത്രം. നമുക്കുള്ള സകലവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ പറ്റിയ അനുയോജ്യമായ ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് യേശു മാത്രമാണ്. യേശു തൻ്റെ ആത്മാവിനെ പോലും പരമേൽപ്പിച്ചത് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതിനാൽ തൻ്റെ ശരീരത്തെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെ ദൈവം അനുഗ്രഹിച്ചു പ്രയോജനമുള്ളതാക്കും. ചേർന്ന് ഒരാമേൻ പറയാം. ആമേൻ. യേശുവിന്റെ വചനത്തെയും 2-ാം വരവിനെയും വിശ്വസിക്കാത്തവൻ പ്രത്യാശയില്ലാത്തവനും അവിശ്വസ്തനുമാണ്. ശൗലിന്റെ നാശത്തിന് കാരണം അവൻ ദൈവത്തോടും ദൈവകൽപ്പനയോടും കാണിച്ച അവിശ്വസ്തതയാണ്. ശൗലിന് കൊട്ടാരമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, അധികാര ചെങ്കോലുണ്ടായിരുന്നു, എന്നാൽ അഭിഷേകമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ചെങ്കോലും വടിയും സ്ഥാനമാനങ്ങളും കോടിക്കണക്കിന് സ്വത്തും അതിൻ്റെ കൂടെ എല്ലാം ഉണ്ട്, പക്ഷേ അഭിഷേകമില്ല. ദാവീദിന് ഇവയൊന്നും ഇല്ലായിരുന്നു, ശൗലിന് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാശ്രയവും അഭിഷേകവും ഉണ്ടായിരുന്നു. ആർക്ക്? ദാവീദിന്. ദാവീദ് കാട്ടിലും നാട്ടിലും യുദ്ധക്കളത്തിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നിന്നു. അതുകൊണ്ട് സകല മഹത്വങ്ങളും ദാവീദിൽ വന്നു ചേർന്നു. ദൈവത്തോട് വിശ്വസ്തരായാൽ അഭിഷേകവും അനുഗ്രഹവും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്രകാരം ഒരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പോകുന്നത് കറക്റ്റാണോ എന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് മോശാപ്പച്ചന്റെ ജീവിതത്തിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ മോശാപ്പച്ചൻ വിശ്വസ്തനായിരുന്നു. ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പൗലോസും അവസാന ശ്വാസം വരെ ദൈവത്തോടുള്ള വിശ്വസ്തത കാത്ത് സൂക്ഷിച്ചവനാണ്. ഈ കാലഘട്ടത്തിലെ ഒരു 85% പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ്. ചില പ്രവാചകന്മാരിൽ ചില കൂട്ടായ്മയിൽ ചെന്ന് കൂട്ടായ്മയും കുടുംബവും കലക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. എന്നിട്ടും ജനത്തിന്റെ ബോധം തെളിയുന്നില്ല. പൗലോസ് പറഞ്ഞത് 2 തിമോത്തി 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആമേൻ. യേശു നമുക്ക് വേണ്ടി ജീവൻ ഹോമിച്ച് വിശ്വസ്തനായതുപോലെ നാം ദൈവത്തിനോട് സകലത്തിലും വിശ്വസ്തത പുലർത്തണം. നാം ദൈവവചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. ദൈവം തരുന്ന സമയം ജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം തരുന്ന താലന്തുകൾ ശരിയായി ഉപയോഗിക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പരിപൂർണമായി ചെയ്യുന്നതും ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും വിശ്വസ്തതയാണ്. എപ്പോഴും ദൈവഭക്തിയോടെ വസിക്കുന്നത് വിശ്വസ്തതയാണ്. യേശു തന്നിൽ പിതാവ് ഏൽപ്പിച്ച സകല പ്രവൃത്തികളും തികച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞത് സകലവും നിവൃത്തിയായി.
നമ്മുടെ മരണക്കിടക്കയിൽ നമുക്കിങ്ങനെ പറയുവാൻ കഴിയുമോ? വെളിപ്പാട് പുസ്തകം 2:10. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കാം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യൻ പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തന്ന വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. വിശ്വസ്തരായി ഇരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിങ്ങൾക്ക് കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തതയുള്ള വിശുദ്ധരായി കർത്താവേ, അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകൾക്കായി സ്തോത്രം, ഓഫീസുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി ഞങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് വിശ്വസ്തയോടെ ചെയ്യുവാനും അവരുടെ ഉള്ളിൽ ദൈവഭയത്തിൽ വളരുവാനും മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല ഓട്ടം പൂർത്തീകരിക്കുവാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന അനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തന്നിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയെ യാചനം കേട്ടിരിക്കുക. നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആക്കുവർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണിച്ചിടാം.